കുഞ്ഞെവിടെ പോണേണ്? എവിടെ പോണ? ആരെ കാണാനാണ്? മഞ്ചി കാണാൻ പോണ. പിന്നെ എന്ത് കാണണം കുഞ്ഞിക്ക്? എന്ത് സാധനമാണ്? മീമിയാ? മീമി കാണണം അല്ലേ? പോവാ നമുക്കെന്നാ. അപ്പൊ നമ്മളിന്ന് പോകുന്നത് മൂന്നാറിലേക്കാണ് കേട്ടോ. പോർട്ടബിൾ സ്റ്റവ് ഉണ്ടായതുകൊണ്ട് ഫുഡെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഉണ്ടാക്കി തന്നെയാണ് കഴിച്ചത്. കുഞ്ഞ് എവിടെയാണ് വന്നേക്കണത്? എവിടെയാണ്? ആനെ കാണാൻ വന്നേക്കാണ് കുഞ്ഞ്. ആനെ കണ്ട കുഞ്ഞ്? ആനെ കണ്ട? പറയണം. അത് ഗൈസ് അങ്ങനെ അവസാനമായി വായിച്ചു ആനെ കണ്ടിരിക്കുകയാണ്. പറഞ്ഞ ആന. ലക്കത്ത് വെള്ളം കുറവുകൊണ്ട് തന്നെ ഈ വാച്ചിന് ധൈര്യമായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റി. വെള്ളത്തിൽ കളിക്കാൻ ഈ വാച്ചിന് ഇഷ്ടമായതുകൊണ്ട് അവളും ഭയങ്കര ഹാപ്പിയായിരുന്നു.
അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മുടെ കോട്ടയിൽ നിന്നുള്ള വ്യൂ കണ്ടാ. ഞങ്ങൾ അതിരാവിലെ 5:30 എണീറ്റപ്പോൾ കിട്ടിയ വ്യൂ ആണ്ടത്. ഈ കോട്ടയാണ്ടാ നമ്മ എടുത്ത കോട്ടേജ്. നമ്മുടെ കോട്ടേജിലോട്ട് പോകണ വഴി തന്നെ ഹോട്ട് എയർ ബലൂണൊക്കെ ഉണ്ടട്ടാ. 2 പേർക്ക് കയറാനായിട്ട് 1500 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. കൂടെ ഡ്രോൺ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ 500 രൂപ കൂടെ അഡീഷണൽ വേണ്ടി വരും. സിപ്പ് ലൈൻ വേണ്ടവർക്ക് അതും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ കോട്ടയിലോട്ടുള്ള റോഡ് ഇതാണ് അവസ്ഥ. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് തന്നെയാണ്. അപ്പോൾ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നോക്കിയെടുക്കേണ്ടി വരും. അങ്ങനെ മാത്രം കോട്ട വന്നു. നേരെ കുറച്ച് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷനും കൂടി കിടന്നു. നമ്മുടെ അടുത്ത കോട്ടേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കേരള ഫോറസ്റ്റിന്റെ കീഴിൽ വരുന്ന കോട്ടേജാണ്. ഇതാണ് കോട്ടേജിലുള്ള മെയിൻ എൻട്രൻസ്. ആനയിറങ്ങൽ കോട്ടേജ് എന്നാണ് ഈ കോട്ടേജിന്റെ പേര്. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോട്ടേജ് വേറെ കിട്ടൂല. മൂന്നാർ പോകാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് കോട്ടയിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ഈ കോട്ടേജാണ് 1500 രൂപ വരുന്ന കോട്ടേജ്. ടെന്റ് കോട്ടേജാണ്, അതായത് ക്യാൻവാസ് ആണ്. കൂടാതെ 1750 2 കോട്ടേജ് ഉണ്ട്, 2000 2 കോട്ടേജ് ഉണ്ട്. ഞങ്ങളതിൽ 2000 കോട്ടേജാണ് എടുത്തത് കേട്ടോ. നമുക്ക് ഇരുന്ന് സമാധാനമായിട്ട് ആംബിയൻസിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയ സെറ്റപ്പും ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പും എല്ലാം ഇവിടെ തന്നെയാണ്. കൂടാതെ നമ്മൾ എടുക്കുന്ന ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് ഇവിടെ ഫ്രീ ആണ് കേട്ടോ. വൈകിട്ട് നമുക്കൊരു കട്ടനൊക്കെ അടിച്ച് ഇങ്ങനെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഒരു സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ കോട്ടേജ് ബുക്ക് ചെയ്യുന്നതെല്ലാം ഓൺലൈൻ വഴിയാണ് കേട്ടോ. KFDC, അതായത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇതിലെ സൈറ്റിൽ കയറി ഓൺലൈനായിട്ടാണ് എല്ലാ റൂംസും രജിസ്റ്റർ ചെയ്യുന്നത്.